നമസ്കാരം. ഇത് വി വേണുഗോപാൽ. കൗമുദി ന്യൂസ് ട്രാക്കിൻ്റെ ഈ ലക്കത്തിലെ വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. രാജ്യത്ത് ഇന്നലെ സജീവ ചർച്ചാ വിഷയമായിരുന്ന ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലിൻ്റെ കൂടുതൽ വിശദാംശങ്ങളുമായാണ് ഇന്ന് പത്രങ്ങൾ നമ്മുടെ മുന്നിൽ എത്തിയത്. 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJPക്ക് അനുകൂലമായി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിൽ വ്യാപകമായ കൃത്രിമം നടന്നുവെന്ന് ഒരു US സൈബർ വിദഗ്ധൻ ഇന്നലെ ലണ്ടനിൽ വാർത്താ സമ്മേളനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിന് കേവലം 2 മാസം ശേഷിക്കെയാണ് എന്ന സവിശേഷതയും ഉണ്ട്. രാജ്യത്ത് അതിസമ്പന്നന്മാർ പന പോലെ വളരുന്ന ഒരു പ്രതിഭാസമാണെന്നും ദരിദ്രരുടെ സ്ഥിതി തുലവും കഷ്ടമാണെന്നും ഒരു രാജ്യാന്തര സന്നദ്ധ സംഘടന നടത്തിയ പഠനത്തിൽ വെളിപ്പെട്ടതാണ് ഇനിയൊരു വിശേഷം. ഇവയുടെ എല്ലാം വിശദാംശങ്ങൾ ഇന്നത്തെ മുഖ്യവാർത്താ തലക്കെട്ടുകൾ കണ്ട ശേഷം നമുക്ക് നോക്കാം. US ഹാക്കറുടെ വെളിപ്പെടുത്തൽ, 2014 തിരഞ്ഞെടുപ്പിൽ വൻ അട്ടിമറി, ആരോപണം BJPക്ക് നേരെയെന്ന് കേരള കൗമുദിയുടെ മുഖ്യവാർത്ത തലക്കെട്ട്. മലയാള മനോരമ വോട്ടിംഗ് യന്ത്രം പ്രതിക്കൂട്ടൽ എന്നതാണ് മനോരമയുടെയും ഇതേ വിഷയത്തിലുള്ള മുഖ്യ വാർത്ത. മാതൃഭൂമി, അതിസമ്പന്നരുടെ ദിവസ വരുമാനം 2200 കോടി, ഇന്ത്യയിൽ ദരിദ്രരുടെ സ്ഥിതി ദയനീയം. അത് രാജ്യാന്തര സന്നദ്ധ സംഘടനയായ ഓക്സ്ഫാമിൻ്റെ ഒരു പഠനത്തിലെ വെളിപ്പെട്ടു വന്ന വിവരമാണ്. ദേശാഭിമാനി, ഇന്ത്യയെ വിഴുങ്ങി 119 സമ്പന്നർ എന്നതാണ് ദേശാഭിമാനിയുടെയും മുഖ്യ വാർത്ത. രാജ്യത്തെ സ്വത്തിൻ്റെ ഏറിയ പങ്കും ചുരുക്കം വ്യക്തികളിൽ, ദരിദ്രർക്ക് ഒരു നേരത്തെ ഭക്ഷണം ഉറപ്പില്ല. 119 അതിസമ്പന്നരുടെ മൊത്തം സ്വത്ത് 28 ലക്ഷം കോടി എന്നിങ്ങനെ അതിൻ്റെ വിശദാംശങ്ങൾ നൽകിയിരിക്കുന്നു ദേശാഭിമാനി. 2014 വോട്ടിംഗ് യന്ത്രങ്ങൾ അട്ടിമറിച്ചു എന്ന വാർത്തയും 1-ാം പേജിൽ. മാധ്യമം, സൈബർ വിദഗ്ധൻ്റെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ, വോട്ട് യന്ത്രത്തിൽ അട്ടിമറി, 2014 തിരഞ്ഞെടുപ്പിൽ തിരിമറി, കോൺഗ്രസിന് 201 സീറ്റ് പോയി എന്നിങ്ങനെ മാധ്യമത്തിൻ്റെ മുഖ്യവാർത്തയിലും വിശദാംശങ്ങൾ. മംഗളം, ശബരിമലയിൽ കാലിടറി CPMഉം BJPയും എന്നതാണ് മംഗളത്തിൻ്റെ ഇന്നത്തെ മുഖ്യവാർത്ത. പിണറായിക്കെതിരെ പാർട്ടിയിൽ പടയൊരുക്കും, BJPക്കെതിരെ RSS എന്നിങ്ങനെ അതിൻ്റെ വിശദാംശങ്ങൾ. അയ്യപ്പ ഭക്ത സംഗമം സവർണ കൂട്ടായ്മ എന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഇന്നലെ അഭിപ്രായപ്പെട്ടതും 1-ാം പേജിൽ മുകളിൽ ഉണ്ട്. ദീപിക, സബ്സിഡികൾക്ക് പകരം കർഷകർക്ക് നേരിട്ട് പണം, കർഷകരെ ലക്ഷ്യമിട്ട് പുതുതന്ത്രവുമായി മോദി സർക്കാർ എന്നതാണ് ദീപികയുടെ ഇന്നത്തെ മുഖ്യ വാർത്ത. സമ്പത്തിലെ അന്തരം, അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനയുടെ പഠനഫലം, അത് ഒരു ചാർട്ടായി ആകർഷകമായി തന്നെ മുകളിൽ അവതരിപ്പിച്ചിരിക്കുന്നു ദീപിക. സമ്പത്തിലെ അന്തരം. ദ ഹിന്ദുവിൻ്റെ മുഖ്യവാർത്ത, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ പുൾസ് ഔട്ട് ഓഫ് CBI കേസ് ഹിയറിംഗ് എന്നതാണ്. അതായത് CBIയുടെ താൽക്കാലിക ഡയറക്ടറായി നാഗേശ്വർ റാവുവിനെ നിയമിച്ചതിനെതിരായിട്ടുള്ള ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. ആ കേസ് കേൾക്കുന്നതിൽ നിന്ന് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ രഞ്ജൻ ഗൊഗോയ് പിന്മാറിയിരിക്കുന്നു. കാരണം അദ്ദേഹം പറയുന്നത് he is part of the high power committee scheduled to select the agency's director. CBI ഡയറക്ടറെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഉന്നതതല സമിതിയിൽ താൻ അംഗമാണ്. അതുകൊണ്ട് താൻ ഈ കേസ് കേൾക്കുന്നത് ഉചിതമായിരിക്കില്ല എന്ന നിലപാടോടെയാണ് ചീഫ് ജസ്റ്റിസ് പിന്മാറിയിരിക്കുന്നത്. ദ ടൈംസ് ഓഫ് ഇന്ത്യ, ഗവൺമെൻറ് റിട്ടേൺസ് 11 നെയിംസ് മൂട്ടഡ് ബൈ സുപ്രീം കോർട്ട് കൊളീജിയം ആസ് ഹൈക്കോടതി ജഡ്ജസ്. രാജ്യത്തെ വിവിധ ഹൈക്കോടതികളിലെ ജഡ്ജിമാരായി നിയമിക്കുന്നതിന് 15 പേരുടെ ഒരു പാനൽ സമർപ്പിച്ചിരിക്കുന്നത്, സുപ്രീം കോടതി കൊളീജിയം സമർപ്പിച്ചത് കേന്ദ്ര സർക്കാർ തിരിച്ചയച്ചിരിക്കുന്നു എന്നതാണ് ദ ടൈംസ് ഓഫ് ഇന്ത്യയുടെ മുഖ്യവാർത്ത. പാനൽ ഡ്രോപ്സ് 2, സീക്സ് ഇൻഫോ ഓൺ 1 ആൻഡ് സെൻസ് 8 ബാക്ക് എന്നിങ്ങനെ അതിൻ്റെ വിശദാംശങ്ങൾ. ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്, അലാം ബെൽസ് റിംഗിങ് ഫോർ കേരള ഇക്കോണമി എന്നതാണ്. അതായത് അടുത്ത ആഴ്ച സംസ്ഥാന ബഡ്ജറ്റ് അവതരിപ്പിക്കാനിരിക്കുകയാണ് ധനമന്ത്രി തോമസ് ഐസക്ക്. നമ്മുടെ സാമ്പത്തിക സ്ഥിതി തെല്ലും ശോഭനമല്ല എന്നതാണ് ദ ന്യൂ ഇന്ത്യ എക്സ്പ്രസിൻ്റെ മുഖ്യ വാർത്ത. അലാം ബെൽസ് റിംഗിങ് ഫോർ കേരള ഇക്കോണമി, കേരള ഗ്രോയിങ് സ്ലോയസ്റ്റ് എമംഗ് സ്റ്റേറ്റ്സ് ആൻഡ് ഹാസ് ഹയസ്റ്റ് ഇൻഫ്ലേഷൻ സീസ്, ക്രിസിൽ റിസർച്ച് റിപ്പോർട്ട്. ക്രിസിൽ എന്ന സംഘടനയുടെ ഒരു ഗവേഷണ റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലാണത് എന്നാണ് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് കേരള കൗമുദിയുടെ മുഖ്യവാർത്തയിൽ നിന്ന് വിശദാംശങ്ങൾ നോക്കാം. 2014 തിരഞ്ഞെടുപ്പിൽ വൻ അട്ടിമറി. ലണ്ടനിൽ ഈ പറയുന്ന US ഹാക്കർ, അതായത് US സൈബർ വിദഗ്ധൻ ആയിട്ടുള്ള സയ്യിദ് ഷൂജ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് നേതാവായ കപിൽ സിബലും പങ്കെടുത്തിരുന്നു. അതിൽ പറയുന്നത്,
ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ UP, ഗുജറാത്ത്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഡൽഹി സംസ്ഥാനങ്ങളിലെ ഫലവും ഉത്തർപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര നിയമസഭാ ഫലവും BJPക്കായി അട്ടിമറിച്ചു എന്ന ഗുരുതരമായ ആരോപണമാണ് സൈബർ വിദഗ്ധനായ സയ്യിദ് ഷൂജ ലണ്ടനിൽ വാർത്താസമ്മേളനത്തിൽ ഉന്നയിച്ചിരിക്കുന്നത്. ലണ്ടനിൽ ഇന്ത്യൻ ജേർണലിസ്റ്റ് അസോസിയേഷൻ സംഘടിപ്പിച്ച പത്രസമ്മേളനത്തിലാണ് പൊതു തിരഞ്ഞെടുപ്പിന് 2 മാസം മാത്രം ശേഷിക്കെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ രൂപകൽപ്പന ചെയ്ത സംഘത്തിൽപ്പെട്ടയാളാണ് താനെന്ന് ഷൂജ അവകാശപ്പെട്ടു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും രാഷ്ട്രീയ പാർട്ടികളെയും പത്രസമ്മേളനത്തിലേക്ക് ക്ഷണിച്ചിരുന്നു. കോൺഗ്രസ് നേതാവ് കപിൽ സിബൽ മാത്രമേ പങ്കെടുത്തുള്ളൂ. കഴിഞ്ഞ ദിവസം തനിക്കെതിരെ വധശ്രമം നടന്നു എന്ന ഒരു ആരോപണവും ഷൂജ ഉന്നയിക്കുകയുണ്ടായി പത്രസമ്മേളനത്തിൽ. ആരോപണങ്ങൾ ഗുരുതരം, അക്കമിട്ട് നൽകിയിട്ടുണ്ട്. അതിൽ പറയുന്നത് 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് യന്ത്രത്തിൽ കൃത്രിമം നടന്നു. അതുവഴി 201 സീറ്റിൽ കോൺഗ്രസ് തോറ്റു. ക്രമക്കേട് അറിഞ്ഞ കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ ഗോപിനാഥ് മുണ്ടെ അപകടത്തിൽ കൊല്ലപ്പെട്ടു. മരണം അന്വേഷിച്ച NIA ഓഫീസർ തൻസിൽ അഹമ്മദ് FIR സമർപ്പിക്കാനിരിക്കെ കൊല്ലപ്പെട്ടു. വോട്ടിംഗ് യന്ത്രത്തിൽ തിരിമറി നടന്ന വാർത്ത റിപ്പോർട്ട് ചെയ്യാമെന്ന് സമ്മതിച്ച ഗൗരി ലങ്കേഷും കൊല്ലപ്പെട്ടു എന്നിങ്ങനെ ആ ഒരു വിശദാംശങ്ങളാണ് ഷൂജ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഞെട്ടൽ ഉളവാക്കുന്ന വിശദാംശങ്ങൾ തന്നെ. കോൺഗ്രസിൻ്റെ കളിയാണിത് എന്ന BJPയുടെ ആരോപണവും എടുത്ത് നൽകിയിട്ടുണ്ട്. BJP പറയുന്നത് കപിൽ സിബലിനെ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയുമാണ് പത്രസമ്മേളനത്തിന് അയച്ചത്. രാജ്യത്തെ നാണം കെടുത്തുന്നതിന് കോൺഗ്രസിന് പ്രതിഫലം ലഭിക്കുന്നുണ്ട് എന്നും BJP പ്രതിനിധീകരിച്ച് കേന്ദ്രമന്ത്രി മുക്താർ അബ്ബാസ് നഖ്വി ആരോപിച്ചു. നിയമ നടപടിക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, അതായത് വോട്ടിംഗ് യന്ത്രങ്ങൾ കുറ്റമറ്റതാണ് എന്നും ഈ ഒരു വാർത്താ സമ്മേളനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചതും എടുത്ത് നൽകിയിരിക്കുന്നു. ഇനി ഒരു വാർത്ത കേരളമുദി എന്ന 1-ാം പേജിൽ മുകളിൽ തന്നെ നൽകിയിരിക്കുന്നത് കേരളമുദി കുടുംബത്തിൽ നിന്നുള്ള കൗമുദി TVയുടെ അഭിമാനകരമായ ഒരു പൊതു സംരംഭത്തിൻ്റെ ആവേശകരമായ തുടക്കം കുറിച്ച ദിനമായിരുന്നു ഇന്നലെ. കൗമുദി TV സംപ്രേഷണം ആരംഭിക്കുന്ന മഹാഗുരു എന്ന മെഗാ പരമ്പരയുടെ പ്രീമിയർ ട്രെയിലർ പ്രദർശനം ഇന്നലെ തിരുവനന്തപുരത്ത് നടന്നു. അതിൻ്റെ വിശേഷങ്ങളാണ് ചിത്രം സഹിതം ആകർഷകമായി പേജിന് മുകളിൽ തന്നെ കേരള കൗമുദി അവതരിപ്പിച്ചിരിക്കുന്നത്. മനസ്സു നിറഞ്ഞ മഹാഗുരു, മിഴിച്ചിമ്മാതെ മഹാസദസ്സ്. 100 എപ്പിസോഡുകളുടെ മെഗാ പരമ്പര ഫെബ്രുവരി 11 മുതലാണ് കൗമുദി TVയിൽ സംപ്രേഷണം ആരംഭിക്കുന്നത്. ഈ ഫെബ്രുവരി 11 കേരള കൗമുദിയുടെ സ്ഥാപക ദിനം കൂടിയാണ് എന്ന സവിശേഷതയും ഉണ്ട്. യുഗപുരുഷനായ ശ്രീനാരായണ ഗുരുദേവൻ്റെ ജീവിതം ചരിത്രകഥയായി വെള്ളിത്തിരയിൽ തെളിയുമ്പോൾ സദസ്സ് നിശബ്ദമായി. പ്രേക്ഷകരായ മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിഭിന്ന മേഖലകളിലെ പ്രമുഖരും അടക്കം കൈരളി തിയേറ്റർ നിറഞ്ഞിരുന്നു. കൗമുദി TV നിർമ്മിക്കുന്ന മെഗാപരമ്പരയായ മഹാഗുരുവിൻ്റെ പ്രീമിയർ ട്രെയിലർ പ്രദർശനം പൂർണ്ണമായപ്പോൾ നിലയ്ക്കാത്ത കരഘോഷം. പ്രദർശനത്തിൽ മുഖ്യാതിഥി ആയി എത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. പ്രേക്ഷകരുടെ കൂട്ടത്തിൽ മന്ത്രിമാരായ G. സുധാകരൻ, കടകംപള്ളി സുരേന്ദ്രൻ, ഡെപ്യൂട്ടി സ്പീക്കർ V. ശശി, MLA-മാരായ C. ദിവാകരൻ, K. മുരളീധരൻ, VS. ശിവകുമാർ, മേയർ VK. പ്രശാന്ത്, KPCC മുൻ അധ്യക്ഷൻ VM. സുധീരൻ, കേരള കൗമുദി ചീഫ് എഡിറ്റർ ദീപു രവി, ജോയിൻറ്റ് മാനേജിംഗ് ഡയറക്ടർ ദർശൻ രവി എന്നിവർ ഉൾപ്പെടെ പ്രമുഖരുടെ നിരയുണ്ടായിരുന്നു. ഒപ്പം സ്വാമി പ്രകാശാനന്ദ, സ്വാമി സൂക്ഷ്മാനന്ദ തുടങ്ങിയവരും ഉണ്ടായിരുന്നു എന്നിങ്ങനെ വിശദാംശങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന റോഡ് ഷോയുടെ ഫ്ലാഗ് കൗമുദി പ്രോഗ്രാം ഹെഡായ AC റെജിക്ക് മുഖ്യമന്ത്രി കൈമാറുന്നതിൻ്റെ B. സുമേഷ് പകർത്തിയ ചിത്രവും ഒപ്പം ഉണ്ട്. മുഖ്യമന്ത്രി ചടങ്ങിൽ നടത്തിയ ശ്രദ്ധേയമായ പ്രസംഗം അതും എടുത്തു നൽകിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ശ്രീനാരായണ ഗുരുവിൻ്റെ മഹത്വവും ദർശനങ്ങളും ജീവിത സന്ദേശവും പുതിയ കാലത്തിനു മുന്നിൽ എത്തിക്കുന്നതാണ് കൗമുദി TV നിർമ്മിച്ച മഹാഗുരു എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഗുരുവിൻ്റെ മഹത്വം ശരിയായ രീതിയിൽ സമൂഹത്തിൽ എത്തിക്കുന്ന വിധത്തിൽ പരമ്പരയിൽ ചിത്രീകരിക്കാനായിട്ടുണ്ട് എന്നും ആദ്യ എപ്പിസോഡിൻ്റെ കണ്ടതിന് ശേഷമുള്ള അഭിപ്രായമായി അദ്ദേഹം രേഖപ്പെടുത്തി. ഇനിയൊരു വാർത്തയുള്ളത് 2020 അമേരിക്കയിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. താൻ തന്നെയായിരിക്കും പ്രസിഡന്റ് സ്ഥാനാർത്ഥി റിപ്പബ്ലിക്കൻ കക്ഷിയുടെ എന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി കഴിഞ്ഞു. ട്രംപിനെതിരെ മത്സരിക്കുക ഇന്ത്യൻ വംശജയായ കമല ഹാരിസ് ആണ് എന്ന കൗതുകകരമായ റിപ്പോർട്ടും 1-ാം പേജിലുണ്ടെന്ന് കേരള കൗമുദിയിൽ. 54-കാരിയായ കമല ഹാരിസ് അവിടെ വളരെ ജനപ്രീതിയുള്ള ഡെമോക്രാറ്റിക് പക്ഷ നേതാവാണ്. ഇന്നലെ രാവിലെ ABC ചാനലിലെ ഗുഡ് മോർണിംഗ് അമേരിക്ക എന്ന പരിപാടിയിലൂടെയാണ് കമല തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം ഇട്ടത്. കമലയുടെ പിതാവ് ഡൊണാൾഡ് ഹാരിസ് ജമൈക്കക്കാരനും അമ്മ ശ്യാമള ഗോപാലൻ ചെന്നൈ സ്വദേശിയുമാണ്. കാലിഫോർണിയയിലെ ഓക്ലൻഡിൽ ജനിച്ച കമല വിജയിച്ചാൽ പ്രസിഡന്റ് പദവിയിലെത്തുന്ന ആദ്യ വനിത ആകും. 2020 റിപ്പബ്ലിക്കൻ പക്ഷത്തു നിന്ന് വീണ്ടും മത്സരരംഗത്ത് ഉണ്ടാകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നിങ്ങനെ തുടരുന്നു ആ വാർത്ത. ഇനിയൊന്ന്
അതായത് കോട്ടയത്ത് നാഗമ്പടത്ത് സ്കൂട്ടർ യാത്രക്കാരിക്ക് ലോറിക്കടിയിൽ ദാരുണാന്ത്യം സംഭവിച്ചു. ദുരന്തം ഭർത്താവിൻ്റെയും മകളുടെയും കൺമുന്നിൽ. മിനി എന്ന 38-കാരിക്കാണ് ഈ ദാരുണാന്ത്യം സംഭവിച്ചത്. അതും ഒന്നാം പേജിലുണ്ട്. ഇനിയൊരു ശ്രദ്ധേയമായ ചിത്രം ഇന്ന് കേരളമന്ത്രി ഒന്നാം പേജിൽ നൽകിയിട്ടുള്ളത് KSRTCയിൽ നിന്ന് ജോലി നഷ്ടപ്പെട്ട എംപാനൽ കണ്ടക്ടർമാർ ഇന്നലെ ശയന പ്രദർശനം നടത്തിയിരുന്നു. അതിൻ്റെ ആകർഷകമായൊരു ചിത്രം, അല്ലെ ശ്രദ്ധേയമായൊരു ചിത്രം അജയ് മധു പകർത്തിയതും ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. അച്ഛൻ സമരത്തിൽ പങ്കെടുക്കുന്ന അച്ഛൻ്റെ മാറത്ത് ചാഞ്ഞു കിടക്കുന്ന മകൻ്റെ ശ്രദ്ധേയമായ ചിത്രം. ഇനി ഉൾപേജിൽ CP ശ്രീഹർഷൻ്റെ ഒരു രാഷ്ട്രീയ വിശകലന റിപ്പോർട്ടാണ് കേരളമന്ത്രി പ്രധാനമായി നൽകിയിരിക്കുന്നത്. അവസരം പാഴാക്കി, അതായത് ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ കൈവന്ന അവസരം പാഴാക്കി BJP, കടിഞ്ഞാൺ കയ്യിലെടുത്ത് RSS. ആസന്നമായ തിരഞ്ഞെടുപ്പിൽ RSS ആയിരിക്കും കാര്യങ്ങൾ കൂടുതൽ നിയന്ത്രിക്കുക എന്നാണ് വാർത്തയുടെ സാരം. അയ്യപ്പ ഭക്ത സംഗമത്തിൽ പരീക്ഷിച്ചത് ഉത്തരേന്ത്യൻ മോഡലാണ്. ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന അയ്യപ്പ ഭക്ത സംഗമത്തിൻ്റെ സംഘാടകർ അല്ലെങ്കിൽ BJPയെ പിന്നിലാക്കി RSS ആയിരുന്നു മേൽക്കൈ നേടിയത് എന്നിങ്ങനെയുള്ള വിശദാംശങ്ങളാണ് ആ റിപ്പോർട്ടിൽ ഉള്ളത്. ഇനി നമുക്ക് മലയാള മനോരമയിലെ വിശദാംശങ്ങളിലേക്ക് പോകാം. വോട്ടിംഗ് യന്ത്രം പ്രതിക്കൂട്ടിൽ. 2014 BJP ജയിച്ചത് വോട്ടിംഗ് യന്ത്രത്തിൽ ക്രമക്കേട് നടത്തിയാണെന്ന് സൈബർ വിദഗ്ധൻ ലണ്ടനിൽ പത്രസമ്മേളനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഗോപിനാഥ് മുണ്ടയുടെയും ഗൗരി ലങ്കേഷിൻ്റെയും മരണത്തിന് ക്രമക്കേടുമായി ബന്ധമെന്ന ആരോപണം എന്നിങ്ങനെ ആ വാർത്താ വിശദാംശങ്ങളുണ്ട്. ഒപ്പം KSRTCയിൽ നിന്ന് പുറത്തായ എംപാനൽ കണ്ടക്ടർമാരുടെ ആ ഒരു ശയന പ്രദർശനത്തിൻ്റെ ആ ഒരു ശ്രദ്ധേയമായ വളരെ വ്യത്യസ്തമായൊരു ചിത്രം റിങ്കുരാജ് മട്ടാഞ്ചേരിയിൽ പകർത്തിയതും മനോരമ ഒന്നാം പേജിൽ മുകളിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഇനിയൊരു വാർത്ത ഒന്നാം പേജിലുള്ളത് അതായത് കേടായ അരി, അതായത് മഹാപ്രളയത്തിൽ ഗോഡൗണുകളിൽ കെട്ടിക്കിടന്ന് ചീഞ്ഞ് അടിഞ്ഞുപോയ അരി തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. അത് അവിടെ നിന്ന് പോളിഷ് ചെയ്ത് വീണ്ടും കേരളത്തിൽ വിപണിയിലെത്താനുള്ള ഒരു അപകട സാധ്യതയുണ്ട് എന്ന് മനോരമയുടെ ഇന്നലെ റിപ്പോർട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഫോളോ അപ്പ് റിപ്പോർട്ട് ഇന്ന് ഒന്നാം പേജിലുണ്ട്. കേടായ അരി, ടെൻഡറിൽ നഷ്ടം കോടികൾ. ഉയർന്ന തുക വാഗ്ദാനം ചെയ്തയാളെ ഒഴിവാക്കി, ഹൈക്കോടതി മാർഗനിർദ്ദേശം ടെൻഡറിൽ ഉൾപ്പെടുത്തിയില്ല എന്നിങ്ങനെ G. വിനോദിൻ്റെ ഫോളോ അപ്പ് റിപ്പോർട്ട്. അതിൻ്റെ കൂടെ മുഖ്യമന്ത്രിയുടെ പ്രതികരണവും നൽകിയിട്ടുണ്ട്. ആ അരി ഇങ്ങോട്ട് വേണ്ട എന്ന് തമിഴ്നാട് മുഖ്യമന്ത്രിയായ എടപ്പാടിയോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരിക്കുകയാണ്. പ്രളയത്തിൽ നശിച്ച നെല്ലും അരിയും കഴുകി പോളിഷ് ചെയ്ത് വിപണിയിൽ എത്തിക്കാനുള്ള സാധ്യത തടയണം എന്നാവശ്യപ്പെട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയച്ചു എന്നിങ്ങനെ തുടരുന്നു ആ വിശേഷങ്ങൾ. ശബരിമലയുമായി ബന്ധപ്പെട്ട സർക്കാർ ഹർജി അടുത്ത മാസം 8-ന് സുപ്രീം കോടതി കേൾക്കാനിരിക്കുന്നു. അതിൻ്റെ ഒരു വാർത്തയും ഒന്നാം പേജിൽ മനോരമ നൽകിയിട്ടുണ്ട്. ശബരിമല വിഷയത്തിൽ ഹൈക്കോടതിയിലെ 23 ഹർജികൾ സുപ്രീം കോടതിയിലേക്ക് മാറ്റാൻ ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ നൽകിയതുൾപ്പെടെ ഏതാനും ഹർജികൾ അടുത്ത മാസം 8-ന് സുപ്രീം കോടതി പരിഗണിക്കും. അതേസമയം യുവതീ പ്രവേശനം സംബന്ധിച്ച ഭരണഘടനാ ബെഞ്ച് വിധിക്കെതിരെയുള്ള പുനഃപരിശോധനാ ഹർജികൾ എന്ന് പരിഗണിക്കുമെന്നതിൽ ഇനിയും വ്യക്തത ആയിട്ടില്ല എന്നിങ്ങനെ തുടരുന്നു ആ റിപ്പോർട്ട്. ഇനി നമുക്ക് മാതൃഭൂമിയിലെ വാർത്താ വിശദാംശങ്ങൾ കൂടി നോക്കാം. മാതൃഭൂമിയിൽ അതിസമ്പന്നരുടെ ദിവസ വരുമാനം 2200 കോടി. ഇന്ത്യയിൽ ദരിദ്രരുടെ സ്ഥിതി ദയനീയം എന്ന മുഖ്യവാർത്ത. ദാവോസിൽ നിന്നുള്ള റിപ്പോർട്ടാണ്. ഇന്ത്യയിലെ ജനസംഖ്യയിൽ 1% വരുന്ന അതിസമ്പന്നരുടെ സമ്പത്തിൽ ഒരു വർഷം ഉണ്ടായത് 39% വർധന. ഏറ്റവും അടിത്തട്ടിലുള്ള ദരിദ്രരുടെ ജീവിതം അനുദിനം കടക്കണിയിലേക്ക് നീങ്ങുമ്പോഴാണ് ഇത്. രാജ്യത്തെ കോടീശ്വരന്മാർ കഴിഞ്ഞ വർഷം ദിവസം ശരാശരി സമ്പാദിച്ചത് 2200 കോടി രൂപയാണെന്നും ഓക്സ്ഫാം പുറത്തുവിട്ട ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നു. താഴെത്തട്ടിലുള്ള ജനസംഖ്യയുടെ 50%-ന്റെ സമ്പത്തിലെ വർധന 3% മാത്രമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ജനസംഖ്യയുടെ 10% വരുന്ന ഏറ്റവും താഴെത്തട്ടിലുള്ള 13.6 കോടി ജനങ്ങൾ 2004 മുതൽ കടക്കണിയിലാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ ചൊവ്വാഴ്ച തുടങ്ങുന്ന ലോക സാമ്പത്തിക ഫോറം വാർഷിക ഉച്ചകോടിക്ക് മുന്നോടിയായാണ് അന്താരാഷ്ട്ര സംഘടനയായ ഓക്സ്ഫാം റിപ്പോർട്ട് പുറത്തിറക്കിയത് എന്നിങ്ങനെ തുടരുന്നു ആ റിപ്പോർട്ട്. മുകേഷ് അംബാനിക്ക് 2.8 ലക്ഷം കോടി രൂപയാണ്. ഇത് നമ്മുടെ പൊതുജനാരോഗ്യം, ചികിത്സ, ശുചിത്വം, ജലവിതരണം എന്നിവയ്ക്കുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആകെ റവന്യൂ മൂലധന ചെലവിനേക്കാൾ കൂടുതലാണ് മുകേഷ് അംബാനിയുടെ ഒരു വരുമാനം എന്നിങ്ങനെ തുടരുന്നു ആ റിപ്പോർട്ട്. ഇനി ഉൾപേജിൽ മാതൃഭൂമി നൽകിയിട്ടുള്ളത് ഹൈന്ദവ ഏകീകരണം RSS അച്ചുതണ്ടാകുന്നു എന്നൊരു റിപ്പോർട്ടാണ് ഉൾപേജിൽ പ്രധാനമായി നൽകിയിരിക്കുന്നത്. മാതൃഭൂമി തിരുവനന്തപുരത്ത് അനീഷ് ജേക്കബിൻ്റെ റിപ്പോർട്ടാണ്. വനിതാ മതിലിന് മറുപടിയായി അയ്യപ്പ ഭക്തസംഗമം സംഘടിപ്പിച്ചതിലൂടെ ആചാര സംരക്ഷണത്തിൻ്റെയും സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെയും അച്ചുതണ്ടായി RSS മാറി. സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ മുഖമായ BJPയെ
ഒരു പടി പിന്നിൽ നിർത്തിയാണ് RSS മുഖ്യധാരയിലേക്ക് വരുന്നത് എന്നിങ്ങനെ അതിൻ്റെ വിശദാംശങ്ങൾ. സ്ഥാനാർത്ഥി നിർണയത്തിലും നിർണായകമാകും RSSൻ്റെ സ്വാധീനമെന്ന അനുബന്ധ വാർത്തയുണ്ട്. അതിൽ കൗതുകകരമായ ഒരു കാര്യം പറയുന്നത്, തിരുവനന്തപുരത്ത് അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരം ദേശീയ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനുള്ള ആലോചന പോലും RSSന് ഉണ്ട് എന്നാണ്. BJPയുടെ താര സ്ഥാനാർത്ഥികളിൽ ആരെങ്കിലും അവസാന നിമിഷം തിരുവനന്തപുരത്ത് വന്നേക്കുമെന്ന സൂചനയും സംഘപരിവാർ നൽകുന്നുണ്ടെന്നിങ്ങനെ ആ വിശദാംശങ്ങൾ. ഭക്തസംഗമം സവർണ കൂട്ടായ്മയായി എന്ന വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രതികരണവും ഒപ്പം നൽകിയിരിക്കുന്നു. ഇനിയൊരു വാർത്തയുള്ളത്, മുനമ്പത്തെ മനുഷ്യക്കടത്ത് LTTE ബന്ധം സ്ഥിരീകരിച്ചതായി വിവരം ലഭിച്ചിരിക്കുന്നു. മിലിറ്ററി ഇൻ്റലിജൻസ് ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് നൽകിയിരിക്കുന്നു. LTTEയുടെ ബന്ധം വിശദമാക്കുന്ന റിപ്പോർട്ട്. NIA സമാന്തര അന്വേഷണത്തിന് എന്നിങ്ങനെ കൊച്ചിയിൽ നിന്നുള്ള റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ. ഇവിടെ നിന്ന് ഫിഷിംഗ് ബോട്ടിൽ പോയ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള 200-ലധികം പേരുള്ള ആ ഒരു സംഘം ജാവ ദ്വീപിൽ ഇടയ്ക്ക് വെച്ച് ജാവ ദ്വീപിലാണ് കരക്കണഞ്ഞത് എന്ന റിപ്പോർട്ടുണ്ട്. മുനമ്പം തീരത്ത് നിന്ന് ബോട്ടിൽ ഇന്തോനേഷ്യ ലക്ഷ്യമാക്കി നീങ്ങുന്ന മനുഷ്യക്കടത്ത് സംഘം വഴിമധ്യേ ജാവ ദ്വീപിലെത്തിയതായി സൂചന. ഇവിടെ തങ്ങി ഇന്ധനവും ഭക്ഷണവും സംഘടിപ്പിച്ച ശേഷമായിരിക്കും തുടർ യാത്ര എന്നാണ് പോലീസ് കരുതുന്നത് എന്നിങ്ങനെ അതിൻ്റെയും വിശദാംശങ്ങൾ.